ക്ഷേത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് MJ ഓട്ടോമൊബൈൽസ്, തിരുവനന്തപുരം റോഡ്, കാട്ടാക്കട. നമസ്കാരം, ഞാൻ ഗൗരി. ക്ഷേത്രവിശേഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ മാർനല്ലൂർ ദേശത്ത് കരിങ്ങൽ കൊറ്റമ്പള്ളി ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്ര സന്നിധിയിലാണ്. ഇവിടെ 2024 മീനഭരണി മഹോത്സവത്തിൻ്റെ തൃക്കൊടിയേറുകയാണ്. പോകാം നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക്. ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് നമ്മളോടൊപ്പം ചേരുകയാണ്. ചോദിച്ചറിയാം ക്ഷേത്രവിശേഷങ്ങൾ. കരിങ്ങൽ കൊറ്റമ്പള്ളി ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രം എന്ന് അറിയപ്പെടുന്ന ഈ മഹത്തായ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും മീനഭരണി നാളിൽ ഉത്സവം ആരംഭിച്ച് 10 ദിവസത്തെ ഉത്സവവും 11-ാം ദിവസം രാവിലെ ആറാട്ടോടു കൂടിയാണ് സമാപിക്കുന്നത്. ഈ ഉത്സവത്തിൻ്റെ പ്രാധാന്യം തന്നെ പഴമയിലുള്ള എല്ലാ ആചാരങ്ങളും വളരെ കൃത്യനിഷ്ഠയോടുകൂടി ഭക്തി നിർഭരമായി ഇവിടെ അവതരിപ്പിച്ച് ആണ് ഈ ഉത്സവം നടത്തുന്നത്. മറ്റെന്തിനേക്കാളും പ്രാധാന്യം നൽകുന്നത് ഇതിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾക്കാണ്. അതിനനുസരിച്ച് തന്നെ ഈ ക്ഷേത്രത്തിന് ഭക്തജനങ്ങളുടെ വിശ്വാസവും അവർക്ക് ദേവി നൽകുന്ന അനുഗ്രഹങ്ങളും ഒക്കെ നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാകുന്ന രീതിയിൽ ആണ് സംഭവിക്കുന്നത്. ഈ 10 ദിവസവും ഈ നാട്ടിലുള്ള ചെറുപ്പക്കാരെല്ലാം ഒരുമിച്ച് ഒത്തുകൂടി ഈ ഉത്സവത്തിനെ ഗംഭീരമാക്കുന്നതിന് വേണ്ടി അവർ പ്രവർത്തിക്കുന്നുണ്ട്. എന്നെപ്പോലെ ഈ പ്രായമായ ആളുകളുടെ ഒരു ചെറിയ നേതൃത്വം മാത്രം മതി. ബാക്കി എല്ലാ കാര്യങ്ങളും അവർ തന്നെ നടത്തിക്കോളും. അവർക്കൊരു ചെറിയ സപ്പോർട്ടായിട്ട് നമ്മളെപ്പോലുള്ളവർ നിന്നാൽ മതി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിശേഷം. ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് അംഗം നമ്മളോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം, എൻ്റെ പേര് ഹരീഷ് എന്നാണ്. ഞാൻ ഈ ഗ്രാമത്തിൽ തന്നെ ജനിച്ച് ഇവിടെ തന്നെ വളർന്ന് ഇവിടെ തന്നെ ജീവിക്കുന്ന ഒരാളാണ്.
എൻ്റെ ഓർമ്മയിൽ എനിക്കൊരു 7 വയസ്സ് പ്രായമുള്ളപ്പോൾ 1978 കാലഘട്ടം അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ കൊച്ചുകുട്ടിയായിരുന്ന എൻ്റെ ഒരു അനുഭവം തൊട്ട് മുന്നിൽ കാണുന്ന ആ ഒരു വലിയ വിളയിൽ പച്ചപ്പന്തൽ കെട്ടി അമ്മയെ ഞൊറിഞ്ഞ കണ്ണാടിയിൽ ആവാഹിച്ച് ഞൊറിഞ്ഞ മുടിയിൽ വലിയ തിരുമുടിയിൽ അങ്ങനെ ഒരു 5 ദിവസത്തെ ഉത്സവം നടത്തിയുള്ള അറിവാണ് നമുക്കുള്ളത്. അപ്പോൾ ആ 5 ദിവസം മാത്രമേ ആ അമ്പലം അവിടെ കാണൂ. പിന്നെ പച്ചപ്പന്തൽ പൊളിച്ചു കളയും. എന്നിട്ട് അതൊരു കാൽപ്പട്ടിയിൽ ആ ദേവിയുടെ ഉടവാളും ചിലമ്പുമൊക്കെ തേരിക്കുന്നം എന്ന് പറയുന്ന ഒരു പുരാതനമായ തറവാട്ട് വീട്ടിൻ്റെ അറപ്പുരയിൽ കൊണ്ട് വയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം കൂടുതൽ ചികഞ്ഞ് പൂർവികന്മാരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴോ അറിയുമ്പോഴോ പറയുന്നത് മീനമാസത്തിലെ കൊയ്ത്ത് കഴിഞ്ഞ് ഹൈന്ദവ സങ്കല്പങ്ങളിലുള്ള ഭവനങ്ങളിൽ ആ കൊയ്ത്തുത്സവം നടത്തുന്ന ഒരു സംവിധാനമുണ്ട്. അങ്ങനെ ഓരോ വർഷവും ഓരോ വയലുകളിൽ പച്ചപ്പന്തൽ കെട്ടി അമ്മയെ കുടിയിരുത്തി 5 ദിവസത്തെ ഉത്സവം നടത്തും. അങ്ങനെ 1978-79 കാലഘട്ടത്തിൽ അന്നത്തെ യുവജനത തേരിക്കുന്നത്ത് കുടുംബത്തിലെയും ഇപ്പുറത്ത് മറ്റ് പല കുടുംബങ്ങളിലെയും ചെറുപ്പക്കാരെല്ലാവരും കൂടെ ചേർന്ന് 21 പേര് ചേർന്ന് ഈ കാണുന്ന വസ്തു വാങ്ങുകയും അന്ന് ഒരു തെക്കത് പോലെ ഈ ക്ഷേത്രം രൂപീകരിക്കുകയും ചെയ്തു. ഈ തെക്കതിൽ അന്ന് ഉണ്ടായിരുന്നതും ഒരു കിണ്ടിയിൽ ഞൊറിഞ്ഞു വെച്ച തിരുമുടിയും പിന്നെ ഒരു കണ്ണാടിയുമായിരുന്നു ഉണ്ടായിരുന്നത്, പിന്നെ ചിലമ്പ്. അങ്ങനെ 1979-80 അങ്ങനെ കുറേ കാലഘട്ടങ്ങൾ അങ്ങനെ പോവുകയും 1986-87 കാലഘട്ടത്തിൽ ഒരു ബംഗ്ലാവ് വീട്ടിൽ ഗോപിനാഥൻ നായർ എന്ന് പറയുന്ന ഒരു പട്ടാള ഉദ്യോഗസ്ഥനായിരുന്ന ഒരു അപ്പൂപ്പൻ, അദ്ദേഹം പെൻഷനായി ഇവിടെ വരികയും അദ്ദേഹം മുൻകൈയെടുത്ത് ഒരു അമ്പലം പണിയുകയും ചെയ്തു. ആ അമ്പലം 1987 മുതൽ 2000 വരെ ആ അമ്പലമായിരുന്നു ഇവിടെ പ്രതിഷ്ഠിച്ചത്. 2000-ന് ശേഷം പിന്നെ ഞങ്ങളെപ്പോലുള്ള തലമുറയിലെ ചെറുപ്പക്കാർ മുന്നിട്ടിറങ്ങി ഇന്ന് കാണുന്ന ഈ രീതിയിലുള്ള ക്ഷേത്ര വികസനം നടത്തുവാൻ ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളുടെയും ജാതി മത ഒന്നും ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും കൂടി സഹകരിച്ചാണ് ഇന്നീ കാണുന്ന വികസനം ഈ ക്ഷേത്രത്തിലുണ്ടായത്. ഇന്നത്തെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ഗോപകുമാർ സാറ്, അദ്ദേഹത്തിൻ്റെ പ്രായം തന്നെ 75ഓളം വയസ്സുണ്ട്. പക്ഷേ ഒരു 18 വയസ്സുകാരൻ്റെ ചുറുചുറുക്കോടുകൂടി ഓടി നടന്ന് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രപരമായ കടമ അദ്ദേഹം നിർവഹിക്കുകയാണ്. ബാക്കി സെക്രട്ടറി എന്ന് പറയുന്നതും ഒരു റിട്ടയർഡ് പട്ടാളക്കാരനാണ് ശ്രീ അനിൽകുമാർ. അദ്ദേഹവും വളരെ സജീവമായി രംഗത്തുണ്ട്. ബാക്കി എല്ലാവരും വളരെ ഒത്തൊരുമയോടുകൂടി നിന്നാണ് ഈ ഉത്സവം നടത്തുന്നത്. ഈ മീനമാസത്തിലെ ഉത്സവം തുടങ്ങിയാൽ പിന്നെ ഏറ്റവും അവസാനം ഉത്സവം തീരുന്ന ഒരു അമ്പലം എന്ന പ്രത്യേകതയും കൂടിയുണ്ട്. പിന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഇത്രയും ആളുകൾ കൂടുതൽ വരാൻ തുടങ്ങിയത് നമ്മുടെ ക്ഷേത്ര മേൽശാന്തി രതീഷ് പോറ്റി, അദ്ദേഹത്തിൻ്റെ മുട്ടറപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മയുടെ ഒരു ശക്തിയാൽ പല കാര്യങ്ങളും പല രീതിയിലും ചെയ്യാൻ കഴിയും. എനിക്ക് തന്നെ ഈ ദേവീക്ഷേത്രത്തിൻ്റെ അനുഗ്രഹത്താലാണ് ഒരു സർക്കാർ ജോലി കിട്ടിയതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ക്ഷേത്രത്തിലെ സെക്രട്ടറിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് മുട്ടറപ്പ്. അതിനെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് മുട്ടറപ്പ് എന്ന് പറയുന്നത്. അത് എല്ലാ ചൊവ്വാഴ്ചയും ആണ് നടക്കുന്നത്. അത് ആൾക്കാർ വരുന്നത് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു തേങ്ങ കൊണ്ടുവന്ന് അത് ഉടച്ചിട്ട് നമ്മുടെ മേൽശാന്തി അതിനെ ഉടച്ച് മാറ്റുമ്പോൾ അതിൻ്റെ കാണുന്ന ലക്ഷണങ്ങൾ വരുന്നവരോട് പറയുന്ന ആ ഒരു രീതിയാണ് മുട്ടറപ്പെന്ന് പറയുന്നത്. അപ്പം അതിൽ നിന്ന് വരുന്ന എല്ലാ ആൾക്കാർക്കും അതിൽ നിന്നുള്ള ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ മേൽശാന്തി വന്നതിന് ശേഷമാണ് ഇത്രയും അധികം പുരോഗമനം നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ഉണ്ടാവാനുള്ള കാരണം. ഇപ്പം ഞങ്ങളുടെ എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും നമ്മുടെ ക്ഷേത്ര ഭരണസമിതിയും മേൽശാന്തിയോടൊപ്പം നിന്ന് സഹകരിച്ച് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് എല്ലാ മുൻകരുതലുകളും എടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷമാണ് നമ്മൾ പുതുതായിട്ട് ഒരു മാതൃസമിതിക്ക് രൂപം നൽകിയത്. ആ മാതൃസമിതി കഴിഞ്ഞ വർഷവും ഈ വർഷവും ക്ഷേത്രത്തിൻ്റെ എല്ലാ ഉത്സവത്തിനും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും മുൻകൈയെടുത്ത് അവരുടേതായ ഒരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അത് നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കും ക്ഷേത്രത്തിനും ഒരു വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീലകണ്ഠ നിദ്രകളെന്ന് പൂവൊന്ന് തിട്ടലുകൾ തിരഞ്ഞെത്തി നടന്നു ലക്കിന് പോൽ പൊങ്ങി അലറിക്കൊണ്ട് തൊളിച്ചുള്ള നയനം തന്നിൽ അൻപിനോട് സുന്ദരിയും പറഞ്ഞാൽ അയ്യോ മന്നവരെ തിരുവാര കൃഷ്ണ ചോർത്തി എന്നും ഭൂമി വന്ന് അവതാരം ചെയ്ത
ശ്രീ ഭദ്രകാളേ ക്ഷേത്രവിശേഷത്തിൻ്റെ ഈ ലക്കം ഏവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു അധ്യായവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കണ്ടുമുട്ടാം. ഗൗരിലക്ഷ്മി സൈനിങ് ഓഫ്.